അയ്യോ, എനിക്ക് അടുത്തിരുന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ അച്ഛന് ഫോൺ കൊടുക്കാം. ആ ശരി ശരി. പാറുന്നെന്താ പറയുന്നത്? നിങ്ങൾക്ക് രണ്ടാൾക്കും സംസാരിച്ചാ മതിയോ? എനിക്കൊന്ന് സംസാരിക്കണ്ടേ? യോ അതിനെന്താ, സംസാരിച്ചോ? എന്തായിരുന്നു ചേച്ചി അനിയത്തിയും കൂടി ഒരു രഹസ്യം പറിച്ചില്? ചേച്ചിക്ക് ചെക്കനെ ഇഷ്ടപ്പെട്ടു എന്ന് പറയായിരുന്നു. അച്ഛനോട് പറഞ്ഞ് എല്ലാം തീരുമാനിച്ചുറപ്പിച്ചോളൂ. അവളെ ഇത്രയും സന്തോഷത്തോടെ കണ്ടിട്ട് ഒരുപാട് നാളായി. വൈകിക്കാതെ കല്യാണം നടത്താം അമ്മേ. അതിലൊരു ചെറിയ പ്രശ്നമുണ്ട് മോളെ. എന്ത് പ്രശ്നം? മോളെ, പയ്യന്റെ ചേട്ടന്മാർ രണ്ടുപേരും വലിയ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചുകൊണ്ട് കുറച്ചെങ്കിലും സ്വർണം കഴുത്തിലുണ്ടാവണമെന്ന് അവരൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. അതിനവരെ കുറ്റം പറയാൻ പറ്റുമോ? ഒന്നുമില്ലാതെ വീട്ടിലേക്ക് ലക്ഷ്മിയോട് കയറിച്ചെന്ന അവർക്കതൊരു കുറച്ചിലാവില്ലേ? നമ്മളൊരു 8 പവനെങ്കിലും കൊടുക്കേണ്ടി വരും മോളെ. അതിനൊരു 6 ലക്ഷം രൂപ ആവും. അത് സാരല്ല അച്ഛാ, അതിന് എന്തേലും വഴി കാണാം. അച്ഛൻ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചോളൂ. ശരി മോളെ, അച്ഛൻ വിളിക്കാം. ശരി. എങ്ങനെയെങ്കിലും ഈ കല്യാണം നമുക്ക് നന്നായിട്ട് നടത്തണം. ഇല്ലെങ്കിൽ നാട്ടിൽ നമുക്ക് തല ഉയർത്തി നടക്കാൻ പറ്റില്ല. ഒരു മാസത്തിനുള്ളില് എങ്ങനെ 7 ലക്ഷം ഉണ്ടാക്കും? ദേവി, നീ തന്നെ ഒരു വഴി കാണിച്ചു തരണേ. അല്ല മാഡം എന്താ പതിവില്ലാതെ ഈ വഴിക്കൊക്കെ? കൈലാഷ് എന്തോ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നിനക്ക് ഇന്നലെ പാരീസ് വെയർ കമ്പനിയുമായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നില്ലേ? ആ ഫ്രഞ്ച് കമ്പനി അല്ലേ? ഒരു 2000 പീസിന്റെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊരു 100 കണ്ടീഷൻസ് വെച്ചു. അത് നമുക്ക് സെറ്റ് ആവില്ല എന്ന് തോന്നിയപ്പോൾ ഞാനത് വേണ്ടെന്ന് വെച്ചു. ഓ, ഇത്രയും നല്ലൊരു ഓർഡർ കളഞ്ഞിട്ട് ഇന്ന് സംസാരിക്കുന്നുണ്ടല്ലേ? നമ്മൾ ആദ്യമായിട്ടല്ലോ ഓർഡർ വേണ്ടെന്ന് വെക്കുന്നത്. ഇത് അതുപോലെയല്ല. അത് എത്ര വലിയ കമ്പനിയാണെന്നറിയോ? അവരുടെ ഒരു കോൺട്രാക്ട് നമുക്ക് കിട്ടിയെന്ന് പറയുന്നത് തന്നെ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. വെറും 2000 പീസുകളുടെ ഓർഡർ അല്ലേ? ആ കമ്പനിയുടെ ഒരു ഷർട്ട് പുറത്ത് എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നതെന്നറിയോ? ഒരു 400-500 ആവോ? അയ്യടാ, ഇവിടുത്തെ 500 രൂപ കൊണ്ട് അവിടുത്തെ ഒരു കർച്ചീഫ് പോലും വാങ്ങാൻ പറ്റില്ല. ഈ ഷർട്ടിന് അവിടെ 40,000 രൂപയാ. അയ്യോ, ദേവി, എന്റെ 3 മാസത്തെ ശമ്പളം അത്. 2000 പീസിന് 8 കോടി രൂപ. ഇത്രയും വലിയ ഓർഡർ കളഞ്ഞിട്ട് അയാൾ ഞെളിഞ്ഞു നിൽക്കുന്നത്. മമ്മി വന്നിട്ട് കുറെ നേരമായോ? ഇല്ല. എന്താ നിന്റെ സർപ്രൈസ്? നമ്മുടെ കമ്പനി ഇതുവരെ ഏറ്റെടുത്തതിൽ വെച്ച് ഏറ്റവും വലിയൊരു കോൺട്രാക്ട് ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ കമ്പനിയുടെ അഭിമാന പ്രോജക്റ്റ് ആയിരിക്കും. ഇത് നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കൊടുത്താൽ നമുക്ക് കോൺട്രാക്ട് തരുന്ന കമ്പനി നമുക്ക് സ്ഥിരമായി വലിയ വലിയ കോൺട്രാക്ട്സ് തന്നുകൊണ്ടേയിരിക്കും. കൈലാഷ്, ഏത് കമ്പനിയുടെ ഓർഡറാണ്? പാരീസ് വെയർ. ആ ഓർഡർ ഞാൻ വേണ്ടെന്ന് വെച്ചല്ലേ? എനിക്കറിയാം. അവര് ചോദിക്കുന്ന ക്വാളിറ്റിയിൽ ഈ 3 ദിവസം കൊണ്ട് 2000 പീസ് അടിക്കാൻ നമുക്ക് പറ്റില്ല. മാത്രമല്ല, അവര് തരുന്ന മെറ്റീരിയൽ നൂലും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് വളരെ സോഫ്റ്റാ. നമ്മുടെ ടൈലർമാർക്ക് അത് ഉപയോഗിച്ച് ശീലമില്ല. ഒരുപാട് ഡാമേജ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടുണ്ടാവുന്ന നഷ്ടത്തെക്കുറിച്ച് ആലോചിച്ചിട്ടാ ഞാൻ ആ ഓർഡർ വേണ്ടെന്ന് വെച്ചത്.
എന്നോടൊന്ന് ചോദിക്കുപോലും ചെയ്യാണ്ട് നീ ആ കമ്പനിയുടെ ഓർഡർ സ്വീകരിച്ച് തെറ്റായിപ്പോയി. പാരീസ് വെയർ പോലുള്ള ഒരു ഇന്റർനാഷണൽ കമ്പനിയായിട്ട് സഹകരിക്കണമെങ്കിൽ ഇതുപോലുള്ള വെല്ലുവിളികൾ നമ്മൾ ഏറ്റെടുത്തേ പറ്റും.